കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാടക വീട് കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്ന നിധിയെ സുധീഷ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ വരുന്നില്ല എന്ന് നിധി പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത് എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല, വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞു വന്നതല്ലേ, ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നത് എന്തോ ശരിയായി തോന്നുന്നില്ല. ഞാൻ വരുന്നില്ല എന്ന് നിധി പറയുമ്പോൾ, എടോ താൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, താനൊന്ന് വന്നേ. അല്ല, താൻ വേറെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, വേറെ എന്തേലും നോക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, അതെന്താന്നാ ഞാൻ ചോദിച്ചേ. വീട്ടിൽ ചെല്ലുമ്പോഴേ സുഭാഷ് ഏട്ടൻ എന്നോട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ഉത്തരം പറയണ്ടേ, അതുകൊണ്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് തന്നെയാ, സുഭാഷ് ഏട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, ഇനി എങ്ങനെ അവിടെ പോയി സുഭാഷ് ഏട്ടൻ്റെ മുന്നിൽ നിൽക്കും എന്ന് നിധി പറയുമ്പോൾ, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എൻ്റെ വീട്ടുകാർ ആരും താൻ എന്താ വന്നേന്നൊന്നും ചോദിക്കില്ല. തന്നെ കാണുന്നത് അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ടൊന്നും ചിന്തിക്കാനൊന്നും നിൽക്കേണ്ട, താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ വിളിക്കുന്നുണ്ട്. അല്ല, അത് ശരിയാവില്ല എന്ന് നിധി പറയുമ്പോൾ, തൻ്റെ വീട്ടുകാരെ പോലെ ഈഗോ ഉള്ളവരൊന്നല്ല എൻ്റെ വീട്ടുകാർ. അവർക്ക് താൻ വരുന്നത് സന്തോഷം ഉണ്ടാക്കൂ. അതുകൊണ്ട് താനൊന്ന് വന്നേ. നിധിയുടെ കയ്യിൽ നിന്ന് ബാഗും വാങ്ങിച്ച് നിധിക്കായി കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുത്ത് സുധീഷും പോയി കാറിലിരിക്കുന്നുണ്ട്. നിധിയും മനസ്സോടെ വന്ന് കാറിൽ കയറാണ്. സുധീഷ് കാറിൽ കയറി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, ശരിക്കും വീട് കിട്ടാത്തതിന് കാരണം ഇയാളല്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഷോ, ഇയാൾക്ക് എന്നെ ഇനിയും വിശ്വാസമായില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഇയാൾക്ക് വേറെ വീട് നോക്കാം, എന്താ പോരെ എന്ന് സുധീഷ് പറയുമ്പോൾ, ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. കോളേജിൽ നിന്ന് എക്സാമും കഴിഞ്ഞ് ഹരീഷിനൊപ്പം വന്ന നികേഷ് സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ടെൻഷനോടെ വീട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. സുഭാഷ് അടുക്കളയിൽ നിന്ന് വന്ന്, ആ നീ വന്നോ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ചോദിക്കുമ്പോൾ, ചേട്ടാ ഏട്ടത്തി എവിടെ എന്ന് നികേഷ് തിരിച്ചു ചോദിക്കുകയാണ്. എന്തുത്തരം പറയണം എന്നറിയാതെ സുഭാഷ് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അപ്പോൾ ഏട്ടത്തി പോയത് ശരിയാണല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, പോവേ, എങ്ങോട്ട് പോവാൻ, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ഞാനിന്ന് ഹരീഷ് മറുപടി പറയുന്നുണ്ട്. എങ്ങോട്ട് പോവാനാ, അവൾ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, അപ്പോൾ ചന്തു കണ്ടതോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് സംശയത്തോടെ നോക്കുമ്പോൾ, ചന്തു കണ്ടതാ സുധീഷ് ഏട്ടനും നിധിയേടത്തിയും ബാഗും തൂക്കി പിടിച്ച് പോകുന്നത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഹരീഷ് അത് പറഞ്ഞു തീരുമ്പോഴേക്കും നികേഷ് നേരെ നിധിയുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ നിധിയുടെ സാധനങ്ങളൊന്നും കാണാതായപ്പോൾ അവനാകെ ടെൻഷൻ അടിച്ച് പുറത്തേക്ക് വന്ന്, ശരിയാ ഹരീഷ് ഏട്ടാ, ഏട്ടത്തിയുടെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, ഏട്ടത്തി എവിടെ പോയതാ, വീട്ടിലേക്ക് തിരിച്ചു പോയോ എന്ന് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്. എടാ അതങ്ങനല്ലടാ എന്ന് സുഭാഷ് മറുപടി പറയുമ്പോൾ, എങ്ങനെയല്ലാന്ന്, രാവിലെ ഞാൻ പോകുന്നത് വരെ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാം മാറി, ഇവിടെ എന്താ സംഭവിച്ചത്, വല്ല വഴക്കുണ്ടായോ, അല്ല അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, ഹരീഷും സുഭാഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്, ഇവിടെ എന്താ സംഭവിച്ചത്, എന്തായാലും ഞങ്ങളോടും കൂടി പറ, ഞങ്ങളും കൂടി അറിയട്ടെ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതൊക്കെ സുഭാഷ് ഏട്ടനും അറിയാം. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് സുധീഷ് ഏട്ടൻ കിടക്കുന്നത് നമ്മുടെ കൂടെയാണ്. എന്നിട്ട് അതിന്റെ കാരണം ചോദിക്കുമ്പോൾ ആർക്കും ദഹിക്കാത്തൊരു ഉത്തരവും. രണ്ടുപേരും പ്രേമിച്ചാ കല്യാണം കഴിച്ചെന്നാ പറയുന്നത്, പക്ഷെ അതിന്റെ ഒരു ലക്ഷണവും കാണുന്നുമില്ല താനും എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സുഭാഷിനോട്, സുഭാഷ് ഏട്ടാ ഇവിടെ എന്താ നടന്നത്, എന്താണെങ്കിലും ഞങ്ങളോടും കൂടി പറ ഹരീഷ് പറയുമ്പോൾ, അതെ സുഭാഷ് ഏട്ടാ, എന്തായാലും ഞങ്ങളോട് പറ, ഏട്ടത്തി അങ്ങോട്ട് പോയതാ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണോ, എന്തായാലും തുറന്നു പറ സുഭാഷ് ഏട്ടാ, രാവിലെ ഞാൻ പോകുന്നത് വരെ ഇവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു, പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത്, ഈ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ, എന്തായാലും ഒന്ന് പറ സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഇനി വരില്ലേ എന്നൊക്കെ നികേഷ് ചോദിക്കുന്നുണ്ട്. ഏട്ടാ ഞാൻ പറയാം, നീ അത് കേട്ടിട്ട് വിഷമിക്കരുത്, നമ്മുടെ സുധീഷും നിധിയും എന്ന് സുഭാഷ് പറയാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് കാറിന്റെ ഹോൺ കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കുന്നുണ്ട്. കാറിൽ നിന്നും സുധീഷിനൊപ്പം നിധിയും ഇറങ്ങി വരുന്നത് കണ്ട് സുഭാഷ് അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. നികേഷിനാകട്ടെ സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് പോയിട്ട്, എങ്ങോട്ടാ പോയത് എടുത്തി, ഞാനാകെ ടെൻഷൻ അടിച്ചു പോയി, ഹരീഷേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചന്തു നിങ്ങൾ ബാഗ് എടുത്ത് പോകുന്നത് കണ്ടു, ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടനും ഒന്നും പറയുന്നില്ല, ഞാനാകെ പേടിച്ചു പോയി എന്ന് നികേഷ് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോയില്ലല്ലോ, അപ്പോൾ ഒന്ന് ഹണിമൂണിന് പോയി വരാമെന്ന് കരുതി അങ്ങനെ പോയതാ എന്ന് സുധീഷ് പറയുമ്പോൾ, ആണോ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ പോവാഞ്ഞേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഭയങ്കര ചൂട്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, അതുകൊണ്ട് ഈ വേനൽക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോവാന്ന് കരുതി ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോന്നു എന്ന് സുധീഷ് പറയുമ്പോൾ, ആ ബാഗിങ് തന്നെ എന്നും പറഞ്ഞ് നിധി ബാഗും വാങ്ങി റൂമിലേക്ക് പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്നോട് എന്തോ പറയാൻ തുടങ്ങിയല്ലോ, നിനക്ക് വിഷമാവെന്നൊക്കെ പറഞ്ഞിട്ട്, അതെന്താ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് കയറി, അത് പിന്നെ നീ പോയി കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഹണിമൂൺ പോകാൻ തീരുമാനിച്ചത്, അത് പെട്ടെന്നറിയുമ്പോൾ നിനക്ക് വിഷമാവുന്ന സുഭാഷ് ഏട്ടൻ ഉദ്ദേശിച്ചത്,
നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ എന്നും പറഞ്ഞ് നികേഷിനെയും കൂട്ടി സുധീഷ് പോകുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് പോയപ്പോൾ സുഭാഷ് നേരെ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഒന്ന് നിന്നെ എന്ന് ഹരീഷ് പറയുമ്പോൾ എന്താന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതെ, സുധീഷ് ഏട്ടൻ വായ തുറന്നാൽ നുണയേ പറയുള്ളൂ. ആ കള്ളന് കഞ്ഞി വെച്ചവനാവരുത് സുഭാഷ് ഏട്ടൻ എന്നേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് നേരെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുഭാഷ് ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കാണ്. പിന്നീട് സുഭാഷ് അടുക്കളയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുധീഷ് ചൂട്, കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നും പറഞ്ഞു വന്ന് ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എടാ, നിങ്ങൾ കറക്റ്റ് സമയത്താ വന്നേ. ഇപ്പം ഞാൻ അവരോട് സത്യങ്ങളൊക്കെ പറയാൻ പോവായിരുന്നു. പിന്നെ വീട് കിട്ടിയെന്ന് പറഞ്ഞല്ലേ എവിടുന്ന് പോയത്, പിന്നെ എന്താ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് സത്യങ്ങളൊക്കെ പറയാനൊരുങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന് പറഞ്ഞ് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് പെട്ടെന്ന് ജഗ്ഗിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിധിക്ക് കൊടുക്കാണ്. എന്താ മോളെ, എന്ത് പറ്റിയതാ, വീട് കിട്ടിയില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ല സുഭാഷ് ഏട്ടാ, ഇന്നലെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ടോക്കൺ അഡ്വാൻസും കൊടുത്തതാ. ഇന്ന് പോയപ്പോൾ വീടുമില്ല, ടോക്കൺ അഡ്വാൻസ് തിരിച്ചു തന്നിരിക്കുന്നു എന്ന് നിധി പറയുമ്പോൾ കാരണം എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അറിയില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ സുഭാഷ് സംശയത്തോടെ സുധീഷിനെ നോക്കാണ്. സുഭാഷ് തന്നെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് ഇയാളെ പറഞ്ഞു വിട്ട് ഞാനൊരു ഫോണും ചെയ്തുകൊണ്ട് അവിടെ നിന്നതാ, അപ്പോഴുണ്ട് ഇയാൾ പോയ പോലെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അതെന്താ, ഇന്നലെ അഡ്വാൻസ് കൊടുത്ത് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ, പിന്നെന്താ ഇന്ന് വീട് കിട്ടാത്തത് എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്നേ, ഞാൻ അയാളോട് പോയി ചോദിച്ചതാ, അയാളൊന്നും മറുപടി പറയാൻ നിൽക്കുന്നില്ല എന്ന് സുധീഷ് അല്പം കള്ളത്തരത്തോടെ മറുപടി പറയുന്നുണ്ട്. നിന്റെ കാര്യമാ മോളെ കഷ്ടം, ഇത്ര വലിയ വീട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഇപ്പൊ വാടക വീട് അന്വേഷിച്ച് നടക്കണ്ടേ. മോൾക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാലോ. ഇവനെയും ഇവന്റെ തുണയെയും ഒക്കെ വിട്ടേക്ക്, ഞങ്ങൾക്കിവിടെ ഒരനിയത്തിക്കുട്ടി, അത്രേ കരുതണ്ടു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും തങ്കച്ചി പാസം തുടങ്ങിയല്ലോ, ഇയാൾക്ക് വല്ല തമിഴ് സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് സുധീഷ് മനസ്സിൽ പറയുമ്പോൾ മോള് വിഷമിക്കണ്ട, മോൾക്ക് നല്ലൊരു വീട് ഞാൻ കണ്ടുപിടിച്ചു തരാം, അതുവരെ മോൾക്ക് ഇവിടെ താമസിക്കാം. ഞാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു ഇത് സ്വന്തം വീടായി കരുതണമെന്ന്, മോൾക്ക് ഇവിടെ ആരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ടെൻഷനോടെ അവിടെ നിന്നും നടന്നു പോകുന്നുണ്ട്. നിധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് സുഭാഷ് പെട്ടെന്ന് ചെല്ലാണ്. എടാ സത്യം പറ, നീയല്ലേ ഇതിനൊക്കെ കാരണം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏതിനൊക്കെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ആ വീട് കിട്ടാതിരിക്കാൻ പാര വെച്ചത് നീയല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല, നീ തന്നെയായിരിക്കും പണി കൊടുത്തത്, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്ന് സുഭാഷ് പറയുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ സുഭാഷ് ഏട്ടനൊരു സംഭവം തന്നെ, എങ്ങനെയാ ഇതൊക്കെ ഇത്ര കറക്റ്റായി കണ്ടുപിടിക്കുന്നത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടാ മഹാഭാബി എന്ന് സുഭാഷ് പറയുമ്പോൾ അതെ, ഞാൻ തന്നെയാ അതിന് പാര വെച്ചത് എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്തിനാടാ അതൊക്കെ ചെയ്തത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അല്ല, അവൾ പോണെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമുക്കങ്ങനെ അവളെ വിടാൻ പറ്റുമോ, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അവളെ ഇവിടെ വരെ എത്തിച്ചത്, എത്ര നുണകൾ പറഞ്ഞിട്ടായി കല്യാണം വരെ നടന്നത്, പിന്നെ അങ്ങനെ അത്ര പെട്ടെന്ന് അവളെ വിട്ടുകളയാൻ പറ്റുമോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടാ, നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടിയത്, അവൾ ഇതൊക്കെ അറിഞ്ഞ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അല്ല, എല്ലാവർക്കും നിധിയെ പറ്റിയ ചിന്ത. അല്ല, സുഭാഷ് ഏട്ടനായാലും നിധിയായാലും ഞാൻ നുണ പറഞ്ഞതാണ് കുറ്റം, ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതാരും കാണുന്നില്ലല്ലോ, അവൾ സന്തോഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്, ഞാൻ അവൾക്ക് വേണ്ടി എത്ര തല്ലുകൊണ്ടു, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് സുധീഷ് പറയുമ്പോൾ എടാ, നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ അവൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നല്ല, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാ അല്ലേ, പിന്നെ തല്ലുകൊണ്ടത് അത് നിന്റെ കുരുട്ടുബുദ്ധി ജയിക്കാൻ വേണ്ടിയാ അല്ലേടാ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ അവൾ നിന്നെ ഭാര്യയായിട്ട് കാണുന്നുണ്ടോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അവൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ, പക്ഷെ ഞാൻ കിട്ടിയ താലിയല്ലേ അവളുടെ കഴുത്തിലുള്ളത്, ഈ പ്രശ്നങ്ങളൊക്കെ തീരും ഒരു ദിവസം അവൾ എന്നെ തിരിച്ചു സ്നേഹിക്കാൻ തുടങ്ങും, നോക്കിക്കോ, അതുവരെ അവൾ എത്ര വീട് നോക്കിയാലും അതിനൊക്കെ ഞാൻ പാരവണിയും എന്ന് സുധീഷ് ചിരിച്ചുകൊണ്ട് പറയാണ്. എടാ, എന്നാലും നീ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതിന് ഞാൻ അവളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, തെറ്റായിട്ടൊന്നും നോക്കുന്നു കൂടിയില്ല, പിന്നെ അവളുടെ സ്നേഹത്തിന് വേണ്ടി ഓരോ വഴികൾ ഇങ്ങനെ നോക്കുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ എടാ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ എന്നാലും നീ ചെയ്യുന്ന വഴികളൊക്കെ അതൊക്കെ തെറ്റല്ലേ, ഒരു നായ്ക്കുട്ടിയെ വളർത്തി അതിനെ നമ്മുടെ ഇഷ്ടത്തിന് ഇണക്കിയെടുക്കാം, അതുപോലെ മനുഷ്യരെ പറ്റില്ലല്ലോ, മനുഷ്യർക്കുള്ളിലെ സ്നേഹം അത് മനസ്സിൽ നിന്ന് വരേണ്ടതാ, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവണം, അല്ലാതെ അതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഇഷ്ടം വളരുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് സുഭാഷ് പോകാനൊരുങ്ങുമ്പോൾ സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ്, സുഭാഷ് ഏട്ടൻ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ, പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ എടുക്കാൻ പറ്റില്ല, ഇത് ഇതേപോലെ അവളുടെ മുമ്പിൽ പോയി വിളമ്പിയേക്കരുത്, ഈ മനുഷ്യന്മാരുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, ഇന്നത്തെ ചിന്താവിഷയത്തിൽ കാണുന്നത് പോലെയല്ല, അതിലിത്തിരി കുതന്ത്രവും കെണിയും പാരപണിയലും ഒക്കെ ഉണ്ടാവും, ഞാനതൊക്കെ ഒന്ന് പയറ്റി ജീവിതം ഒന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുക, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറി പാരപണിയരുത് കേട്ടോ
സുഭാഷേട്ട ഒരു കാര്യം ചെയ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, കാരണം എൻ്റെ ഉദ്ദേശം നല്ലതാ, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യില്ല. ഇതും പറഞ്ഞ് സുഭാഷിൻ്റെ കയ്യിൽ പിടിച്ച് ഉറപ്പ് കൊടുത്ത് സുധീഷ് അവിടുന്ന് നടന്നു പോവുകയാണ്. രാത്രിയായപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഹാളിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ അച്ഛൻ്റെ ഒച്ചത്തിലുള്ള പാട്ട് കേൾക്കുന്നത്. എന്താ ഇന്ന് ഭാഷ മാറിയോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ബ്രാൻഡ് മാറിയതായിരിക്കും എന്ന് ഹരീഷും പറയുന്നുണ്ട്. പാട്ട് മാത്രമല്ല കേട്ടോ, വേദിയും മാറിയിട്ടുണ്ട്, ഇന്ന് മിക്കവാറും അകത്തുനിന്നായിരിക്കും പരിപാടിയൊക്കെ എന്ന് നികേഷ് പറയുമ്പോൾ എന്നാൽ ഞാൻ അടുക്കളയിൽ നിന്ന് ഉമ്മിയെടുത്ത് വായി തള്ളും എന്ന് ഹരീഷും പറയുന്നുണ്ട്. കൊതുക് തിരിയില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ അകത്തേക്ക് വന്ന് കൊതുക് തിരി എല്ലായിടത്തും നോക്കുമ്പോഴാണ് സുധീഷ് അവിടെ മൊബൈൽ നോക്കി കിടക്കുന്നത് കാണുന്നത്. ഇവൻ എന്താ ഇവിടെ കിടക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഒരു ചൂലെടുത്ത് സുധീഷിൻ്റെ കാലിൽ മെല്ലെ വരസുന്നുണ്ട്. സുഭാഷ് ഏട്ടാ ഇതൊക്കെ മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞ് സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ അച്ഛൻ പുറകെ നിൽക്കുന്നതാണ് കാണുന്നത്. സുധീഷ് പെട്ടെന്ന് പെടഞ്ഞെഴുന്നേൽക്കുന്നുണ്ട്. വിളിക്കാതെ എഴുന്നേറ്റ് പോടാ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ കിടക്കുന്നത് എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിങ്ങളൊരു വലിയ ബംഗ്ലാവൊക്കെ പണിത് AC ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നാളെ മുതൽ ഞാൻ അവിടെ കിടന്നോളാം എന്ന് സുധീഷ് മറുപടി പറയാണ്. എടാ അറുക്കാൻ കൊടുക്കാൻ പ്രായമായല്ലോടാ പോത്തെ, പിന്നെ നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന ആളെ വിളിച്ച് എന്തിനാ അച്ഛ ബഹളം ഉണ്ടാക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതെ കുടിച്ചാൽ വയറ്റി കിടക്കണം, ഇതെന്തിനാ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എടാ നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നിൻ്റെ ഭാര്യയല്ലേ ആ റൂമിൽ കിടക്കുന്നത്, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. നട തള്ളിയ അമ്പലക്കാളയാണോ നീ, പിന്നെ നീ എന്തിനാ ഇവിടെ കിടക്കുന്നേ, പോയി ആ മുറി കിടക്കടാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടുന്ന് എഴുന്നേക്കാൻ നോക്കുന്ന സുധീഷിനെ സുഭാഷ് മുറുകെ പിടിക്കുന്നുണ്ട്. അച്ഛൻ പോയൊന്ന് കിടന്നേ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് നിനക്കെന്താടാ, അവൻ നിന്നെപ്പോലെ ബ്രഹ്മചാരിയൊന്നും അല്ല, അവൻ്റെ കെട്ട് കഴിഞ്ഞതാ, ഇനി അവനകത്ത് പോയി ചെന്ന് ആ റൂമിൽ കിടക്കടാ എന്ന് ഭാസ്കരൻ പറയുന്ന കേട്ട് സുധീഷ് അവിടുന്ന് എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോൾ സുഭാഷ് വീണ്ടും അവൻ്റെ കൈ പിടിക്കുന്നുണ്ട്. എടാ നിനക്ക് നാണോ ഇല്ലേ, അവനെ എന്തിനാ നീ തടയുന്നേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അച്ഛനൊന്ന് പോയി കിടന്നേ എന്ന് സുഭാഷ് മറുപടി പറയുന്നുണ്ട്. നിൻ്റെതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോ എന്ന് ഭാസ്കരൻ സുധീഷിനോടായി പറയുമ്പോഴേക്കും സുധീഷ് പാഴയും തലയണയൊക്കെ എടുത്ത് നിധിയുടെ മുറിയുടെ പുറത്തെത്തുന്നുണ്ട്. ഡോറിൽ തട്ടടാ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് മെല്ലെ തട്ടുന്നുണ്ട്. ഓ ഡോറിന് വേദനിക്കും, ഉറക്കെ തട്ടടാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുധീഷ് ഡോറിൽ ഉറക്കെ തട്ടുന്നുണ്ട്. ഉറങ്ങാൻ കിടന്നിരുന്ന നിധി സൗണ്ട് കേട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പായയും തലയണയും പിടിച്ച് നിൽക്കുന്ന സുധീഷിനെ കണ്ട് അമ്പലപ്പോടെ നിധി നോക്കുമ്പോൾ അച്ഛനകത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു എന്ന് സുധീഷ് പറയുന്നുണ്ട്. നിധി എന്താ എന്ന രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ മോളെ, എന്നിട്ട് എന്തിനാ രണ്ടാളും രണ്ടിടത്ത് കിടക്കുന്നേ, അല്ലെങ്കിൽ തന്നെ ഒരുത്തി ഓടിപ്പോയതിൻ്റെ പേരുദോഷം എനിക്കുണ്ട്, ഇനി ഇവനെയും അത് കേൾപ്പിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷിനോടായി അകത്തേക്ക് കയറി കിടക്കടാ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അച്ഛനൊന്ന് പോയി കിടക്കുന്നുണ്ടോ എന്ന് സുഭാഷ് പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ നീ എന്നെ കിടത്താൻ നോക്കണ്ട, ആദ്യം ഇവൻ എവിടെ കിടക്കുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടക്കടാ എന്ന് ഭാസ്കരൻ സുധീഷിനോട് പറയുന്നുണ്ട്. സുധീഷ് പരിങ്ങലോടെ റൂമിലേക്ക് കയറുമ്പോൾ ഓ അവൻ്റെ ഒരു നാണം, ഡോർ അടക്കടാ എന്ന് ഭാസ്കരൻ പറയാണ്. സുധീഷ് അല്പം പരിങ്ങലോടെ റൂമിൻ്റെ ഡോർ അടച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. സുധീഷേ എന്ന് സുഭാഷ് വിളിക്കുമ്പോൾ നിനക്കെന്താടാ അനിയനെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ലേ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അച്ഛനൊന്ന് പോയി കിടന്നേ എന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെ വലിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കൊതുക് തിരിയെടുക്കട്ടടാ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. റൂമിൽ നിധി ടെൻഷനോടെ ഇരിക്കുന്ന കണ്ട് എടോ അച്ഛൻ നിർബന്ധിച്ചോണ്ടാ, വേറെ വഴിയില്ലാത്തോണ്ടാ ഞാനേ ഈ മൂലയിൽ പായ വിരിച്ച് കിടന്നോളാം എന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടെ നിലത്ത് പായം വിരിച്ച് കിടക്കുന്നുണ്ട്. സുധീഷിനെ നോക്കി ടെൻഷനോടെ കട്ടിലിരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി